നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബാല്യകാലം ഓർമ്മയുണ്ടോ? പലപ്പോഴും ബാല്യമാണ് നല്ലത്. പ്രണയത്തിൻ്റെ വേദനകളില്ലാതെ, വിരഹത്തിൻ്റെ നോവുകളില്ലാതെ, പ്രാരാബ്ദങ്ങളെ തോളിലേറ്റാതെ ആടിത്തിമിർത്ത നമ്മുടെ ബാല്യങ്ങളെ നമുക്കിന്നും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മാനിച്ച ഒരു കാലവും ലോകവും ഇവിടെ ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെത്തുന്ന കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പ്ലേ ഏരിയകൾ ഉണ്ടാവണം. നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടു, വളരെ മനോഹരമായിട്ടുണ്ടത് കേട്ടോ. ചിത്രങ്ങളാൽ വിരചിതമായ ചുവരുകൾ, നല്ല മാറ്റ് വിരിച്ച ഫ്ലോറുകൾ, അവർക്ക് കയറാനും ഇറങ്ങാനുമുള്ള സംവിധാനങ്ങൾ, വളരെ മനോഹരമായി നിങ്ങളത് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള പ്ലേ ഏരിയാസ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വേണം. ബ്രസ്റ്റ് ഫീഡിങ് റൂംസ് വേണം. ഇവിടുത്തെ ഞാൻ കണ്ടില്ല. പലപ്പോഴും ഹോസ്പിറ്റലിലെ ബ്രസ്റ്റ് ഫീഡിങ് റൂംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ അരോചകമാണ്. ഒരു കുടുസ് സ്ഥലമുണ്ടാക്കി എയർ സർക്കുലേഷനോ പ്രകാശമോ ഒന്നുമില്ലാതെ, കൃത്യമായ ക്ലീനിങ് ഇല്ലാതെ അവിടെ ഇരുന്ന് എങ്ങനെ ഒരു അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുക? സോ നന്നായി ക്രമീകരിക്കപ്പെട്ട ഒരു പാല് കൊടുക്കാനുള്ള സംവിധാനം, അവരുടെ ഒരു സ്വസ്ഥമായ മാനസികാവസ്ഥ അതിനാവശ്യമാണെന്ന ബോധത്തിൽ മനോഹരമായി ബിൽഡ് ചെയ്ത ഒരു സംവിധാനം ഉണ്ടാവണം. കുഞ്ഞുങ്ങൾ കളിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് അസ്വസ്ഥരാകാതെ, അവരുടെ ആ ചാടി തുള്ളി കളിച്ച് ഉന്മാദിച്ച് നടക്കുന്ന കുഞ്ഞു പ്രായത്തെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് നമ്മുടെ ഹോസ്പിറ്റൽ കണ്ടാൽ മനസ്സിലാകണം. COP 11D 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ്, പ്രൊവിഷൻസ് ആർ മെയ്ഡ് ഫോർ സ്പെഷ്യൽ കെയർ ഓഫ് ചിൽഡ്രൻ. ഒരു പാർക്കിലൊക്കെ വന്നൊരു ഫീലൊന്നും ഉണ്ടായിക്കോട്ടെ എന്നേ. എന്തിനാ അവർ സുഖമില്ലാതിരിക്കുകയാണ്, മരുന്ന് വാങ്ങാൻ വന്നാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, മാതാപിതാക്കൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ COP 11D നമ്മുടെ കുഞ്ഞുങ്ങളെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ കുഞ്ഞു പാർക്കുകൾ, പ്ലേസ് ഏരിയാസ്, അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ, അവർക്ക് മനസ്സമാധാനമായിട്ട് സന്തോഷത്തോടെ പാല് കൊടുക്കാൻ പറ്റുന്ന ബ്രസ്റ്റ് ഫീഡിങ് ഏരിയാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.